കുറ്റ്യാടിയിൽ വൻ കഞ്ചാവ് വേട്ട. കമ്മനത്താഴയിൽ പുത്തൻപുരയിൽ സുബൈർ വീട്ടിൽ സൂക്ഷിച്ച 34.186 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. നാദാപുരം ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കുറ്റ്യാടി എസ്ഐ സമീറിന്റെ നേതൃത്വത്തിൽ നാദാപുരം ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും കുറ്റ്യാടി പോലീസും ചേർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സുബൈർ ഒളിവിലാണ്. പോലീസ് എത്തിയ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷവും 500 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് ഓട്ടോ ഡ്രൈവറായ സുബൈറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നാദാപുരം മേഖലയിൽ വിദ്യാർത്ഥികൾക്കടക്കം വൻതോതിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്നതിന്റെ ഉറവിടം തേടിയുള്ള പോലീസ് അന്വേഷണമാണ് ഈ കഞ്ചാവ് വേട്ടയിലേക്ക് എത്തിയത്. പിടികൂടിയ കഞ്ചാവിന് മാർക്കറ്റിൽ 50 ലക്ഷം രൂപയോളം വില വരും. ചില്ലറ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്ന ത്രാസും പാക്കറ്റുകളും വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിലെ കമ്മനത്താഴ എന്ന് പറയുന്ന പ്രദേശത്ത് പുത്തമ്പരയിൽ സുബൈർ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ വെച്ച് ഇന്ന് ഉച്ചക്ക് 34 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തായിട്ടാണ് കുറ്റ്യാടി പോലീസ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയധികം കഞ്ചാവ് ഒരു വീട്ടിൽ സൂക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. വലിയ തോതിൽ കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളും വിതരണം ചെയ്യുന്ന ഹോൾസെയിൽ ഏജൻസിയായി നമ്മുടെ പ്രദേശങ്ങളിലെ കുറേ പേർ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ജനകീയമായി അതിനെ എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടി ആ തരത്തിൽ ഉള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ തന്നെ ഇതിനൊക്കെ അടിമകളായി മാറും. ആ ജാഗ്രത മുഴുവൻ ജനങ്ങളും കാണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പോലീസ് ഈ കഞ്ചാവ് പിടിച്ചെടുത്ത കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ, ഇതെവിടെ നിന്നാണ് വരുന്നത്, അതിൻ്റെ സോഴ്സ് കണ്ടെത്തി അത്തരക്കാരെയും കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കുറ്റ്യാടി പോലീസ് വളരെ ശക്തമായി ഈ വിഷയം അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്നുകൂടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഊരത്ത് സുബൈറിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 35 ലക്ഷം രൂപയോളം വരുന്ന കഞ്ചാവാണ് ഇന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത്. അത്യന്തം ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സുബൈറിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം. ഇതിനെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തി ഇത്രയും കഞ്ചാവ് ഒരു ഗ്രാമപ്രദേശത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭീകരമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിലുള്ള സുബൈറിനപ്പുറത്ത് ഏതെങ്കിലും ശക്തി ഇതിലുണ്ടോ അവരെയും കൂടി കണ്ടെത്തി നമ്മുടെ പ്രദേശത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്ന നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് പറയാനുള്ളത്.